ഇപ്പോഴും പ്രകൃതി ചികിത്സല്ലേ അളിയാ? ഈ ഇല ഉണ്ട് പല്ലി കഴിക്കുന്നത്. അപ്പോൾ കേട്ടതൊക്കെ ശരിയാ. നീ ഇപ്പം മട്ട അരിയെ കഴിക്കുള്ളൂ, കുളിക്കുമ്പോൾ പയറ് കൂടി തേക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ നീ മരൂരിയൊക്കെ എടുത്ത് ഇതിലേ നടക്കുമോ? എന്തായാലും ആ ജവന്തിയുടെ കാര്യം പോക്കാം. നിനക്ക് ഇനിയിപ്പോൾ തിന്നാൻ പുല്ലും വയ്ക്കൂലൊക്കെ വേവിച്ച് തരേണ്ടി വരുമല്ലോ. അളിയാ, പഴുത്ത മാവ് ഇല കൊണ്ട് തേച്ചാ പുഴുത്ത പല്ലും നവരത്നമാവും. അങ്ങനെ ചൊല്ലുണ്ട് മലയാളത്തിൽ, കേട്ടിട്ടുണ്ടാ? എന്നാ പിന്നെ നീ ഈ പച്ചല വെച്ച് തേക്കണത്? എന്റെ പല്ല് പുഴുത്തില്ലല്ലോ, മനസ്സാണല്ലോ പുഴുത്തത് അല്ലേ? പോളാ എന്റെ പാട്ട് നോക്കി. നീ പേസ്റ്റ് വെച്ചാ തേക്കണേ? പിന്നെ ഷേവിംഗ് ക്രീം വെച്ച് പല്ല് തേക്കാൻ പറ്റൂ? എടാ ഇതൊന്നും വെച്ച് തേച്ചൂടാ. ഓ എന്ത്? ഇതിലൊക്കെ നിറയെ പന്നി കൊഴുപ്പാണ്. എന്താ? പന്നിയുടെ കൊഴുപ്പ്, പട്ടിയുടെ കൊഴുപ്പൊക്കെയാണ്. നമ്മുടെ റോഡിലൊക്കെ കിടക്കുന്ന ചത്ത് കിടക്കുന്ന പട്ടിയില്ലേ? ചുമ്മാ തള്ളല്ലേ അളിയാ? അല്ലല്ല, അതിന്റെയൊക്കെ എല്ല് കൊണ്ടുപോയിട്ട് ചുരണ്ടി എടുത്ത് ആ മജ്ജന്നൊക്കെയാണ് ഈ സാധനം ഉണ്ടാക്കണത്. പുതിയ കണ്ടുപിടുത്തമായിരിക്കും അളിയന്റെ. കൊല്ലന്ന് പത്രത്തിലുണ്ട്, പത്രത്തിലും വാട്സാപ്പിലൊക്കെ നിറയെ വരുന്നുണ്ട്. അത് വേണ്ടൊന്നും കാണൂലല്ലോ. പത്രം ഞാൻ പത്രത്തിലൊന്നും കണ്ടില്ലല്ലോ. ഇത് കണ്ടില്ല. അല്ല തേച്ചോ, നിനക്ക് തന്നെയാ ഉള്ളത്. അവിടെ തുപ്പിക്കൂടെ നിനക്ക്? ഇതെന്നെ മുറ്റല്ലേ? കണ്ടവനും വീട്ടിൽ തുപ്പ അല്ലേ നിനക്ക്? അല്ല പിന്നെ നിനക്ക് വേറെ ഒരു പരിപാടിയില്ല അല്ലേ? ബാക്കിയുള്ളവരെ എങ്ങനെ ഉപദ്രവിക്കാന്നുള്ളതാ. നിനക്കെന്താ അവിടെ തുപ്പിയാല്? ഇതെന്റെ മുറ്റല്ലേ? ഇവിടെ തുപ്പ കണ്ടവനും മുറ്റത്ത്. നീ എന്താ അവിടെ തുപ്പ്? രണ്ടുപേരും കൂടെ തുടങ്ങിയല്ലേ? തുപ്പി കളിച്ച കളിക്കരുതേ. കല്യാണത്തിന് വരണ്ടമ്മ. എന്നാ പോയി പെട്ടെന്ന് കല്യാണത്തിന് രാവിലെ അവരുടെ വേറെ പണിയുണ്ടോ നോക്കാൻ പറ. ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. ഞാനെന്താ നിന്നെ ബുദ്ധിമുട്ടിച്ചത്? നീ എന്താണ് ഇവിടെ തുപ്പിയ? ഞാൻ വേണമെങ്കിൽ ഇവിടെ തുപ്പാൻ പറ്റൂ. ഇതുപോലെ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്ന പോലെ കല്യാണ വീട്ടിൽ നിന്ന് വഴക്കാനൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ അവിടെ കല്യാണത്തിന് വരുന്ന ആരൊക്കെയാണ് നിങ്ങൾക്ക് അറിയാമോ? മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രി ഒന്നുമില്ലല്ലോ. എന്റെ കുടുംബക്കാര്, എന്റെ ഹബീൽദാരുടെ കുടുംബക്കാര് മൊത്തം വരുന്ന കല്യാണമാണത്. എന്നെ അവിടെ കൊണ്ടിട്ട് നാണം കെടുത്തരുതെന്ന് ഞാൻ നിങ്ങളുടെ കാലം പിടിച്ച് പറയാം. നാണം കെടുത്താതിരിക്കാൻ ഞാനായിട്ട് മാറ്റിക്കൂല. ഇവനാണ് എല്ലാത്തിനും ആള്. ഈ എന്റെ അടുത്ത് ചൊറിയാൻ വരാതിരുന്നോ? മോശമായല്ലോ. കുഴപ്പമില്ല, അപ്പൊ റെഡിയാവും. എന്നാ പോയി രണ്ടുപേരും ഒരുങ്ങിട്ട് മതി. ഞാനായിട്ടൊന്നും വരില്ല. പെങ്കൊച്ചുങ്ങളാകെ ഇതാ പാട്, തള്ളക്കൊരു സാധനം കിട്ടൂല. കുഞ്ഞു പിള്ളേരൊക്കെ കുറച്ച് വെച്ചാൽ മതി കേട്ടോ. അമ്മക്ക് കൂടുതൽ വെക്കാനല്ലേ? ഇല്ല, ഞാനും വെക്കണില്ല. നിന്റെ അത്രയും തന്നെ ഞാനും വെക്കും. എനിക്കിത് മതി, എനിക്കിത് മതി. എനിക്ക് അവിടെ ഇരിക്കും. എനിക്കത് മതി. തക്കിളി എന്റെ നീ മേടിക്കേ വെച്ചടി അവിടെ. എന്താ മോള് സുന്ദരിയല്ല, ഇത്തിരി വെച്ചാലും. ഇങ്ങനെയാണെങ്കി ഓക്കെ. ഇതേ ഇപ്പൊ തന്നെ പോയി തലയൊക്കെ മാന്തി പറിച്ച് ഭ്രാന്തിനെ പോലെ ആവണം കേട്ടാ. അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നേ നീ. താങ്ക് യു കുമ്മ. അമ്മ ഇത് ഇത്ര എടുക്കണ്ട, നമുക്ക് നാളെ എടുക്കായിരുന്നു. എന്താണ് ഗാനമേളയ്ക്കാണോ നീ പോണേ? പാട്ടും പാടി നിൽക്കണ ഒരുക്കല്ലേ? ഞാൻ ഒരിക്കലല്ലേ അവളെ ഒരുക്കി കഴിയണ്ടേ ക്ലീറ്റോ. ഇത് എവിടുന്ന് മേടിച്ചു ക്ലീറ്റോ? മുല്ലപ്പൂ എന്റെ മുത്താണ്. അത് ഞാനേ ഇന്നലെ രാത്രി ആയിട്ടല്ലോ ഉറങ്ങാതെ മുട്ടിട്ട് വിരിയിച്ചെടുത്തതാ. പെട്ടെന്ന് എടുത്ത് വെച്ചിട്ട് ഒരുങ്ങി വരാൻ നോക്കാം അവള്. എന്തെങ്കിലും പറഞ്ഞ ഉടനെ അങ്ങ് ദേഷ്യപ്പെടും ക്ലീറ്റോ. പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇനി അതങ്ങോട്ട് വെച്ചാ പോരാ. ഇനി എവിടെ നിന്ന് കിട്ടി, അത് എങ്ങനെ വാങ്ങിച്ചു? എന്റെ പൊന്നെ, ഞാൻ റെഡിയായി, ഇപ്പൊ വരാം. നീ ക്ലീറ്റോ റെഡി ആയാ മതി. ഞാൻ റെഡിയായി നിൽക്കുക. ഇതെടുത്തോണ്ട് വരണേ. ഇതിനെന്താ കുഴപ്പം? എന്റെ ക്ലീറ്റോ ഒരു കളറുള്ള ഷർട്ട് എടുത്തിട്ട് ക്ലീറ്റോ എവിടെ പോയാലും വെള്ളം മുണ്ടും. അതെ, ഞങ്ങളുടെ രാഷ്ട്രീയക്കാരുടെ യൂണിഫോം ഇട്ടുള്ള കളിയൊന്നും വേണ്ട. കല്യാണ മണ്ഡപത്തിൽ ഇന്ന് നോക്കിക്കോ. ആൾക്കാരൊക്കെ എന്നെ കാണുന്നത് ഇങ്ങനെ പിന്നാലെ കൂടിയിട്ട് റെക്കമെൻഡേഷന്റെ കാര്യം പറയാനും പിന്നെ സ്ഥലമാറ്റവും അതും ഇതുമൊക്കെ ആയിട്ട് വരും. അടിക്കല്ലേ ഡാഡി. എന്താടേ നിന്റെ തന്തയ്ക്ക് എന്താ ഒരു വിലയില്ലേ? നീ എന്താ വിചാരിച്ചു വെച്ചേക്കണേ? ക്ലീറ്റോ ഭയങ്കര വലിയ കല്യാണമാണ്, 4 കൂട്ടം പായസം ഉണ്ടെന്നാ പറഞ്ഞ. ക്ലീറ്റോ ഇങ്ങനെ നാണം കെട്ട് നടക്കരുത്. എന്ത് കല്യാണം എന്ന് പറയാലും കുറേ പച്ചക്കറി വെട്ടിയിട്ട് ഒരു ചാമ്പാറ്, ഒരു അവിയൽ, അവിടെ 4-5 കറി ഇങ്ങനെ തൊട്ട് വെക്കും. അതിങ്ങനെ ഒരു വെള്ളം കൊണ്ട് എടുക്കുമ്പോൾ തീരും. രുചി അറിയാനും പറ്റില്ല. അതൊക്കെ ഞങ്ങളുടെ കല്യാണം. എന്താണ് ചിക്കണ്, ബീഫ്, കാള, പോത്ത്, കഴുത, പിന്നെ പന്നി എല്ലാം ഉണ്ടാവും. പിന്നെ വൈന്, കേക്ക്, അതൊക്കെയാണ് കല്യാണം.
ക്ലീറ്റോ, സ്ത്രീധനം എന്താണെന്നറിയാമോ? എന്തേ? 200 പവനും 2 കാറും. ഓ, 2 ലോറിയും കൂടെ ആക്കിയോട്ട്. എടി കുറച്ച് തള്ളു. ഒരു കണക്കില്ല. എന്റെ അച്ഛന്റെ വീട്ടുകാരൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് അവിടെ പോയിട്ട് തല്ലു പിടിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ആ കൈ ഞാൻ ഇവിടെ തലയിലോട്ട് ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ പറ, അവിടെ ചെന്ന് തല്ലു പിടിക്കൂല എന്ന് പറയാൻ എങ്ങനെയായിട്ട്. എന്തിനു ഇത്? നിനക്കൊരു പണിയൊന്നുമില്ല. വെക്കാൻ അമ്മ പറഞ്ഞത് കേട്ടല്ലോ. അവൻ എന്തെങ്കിലും കൊസ്രാക്കൊള്ളിയായിട്ട് വരും, നിങ്ങൾ ഒഴിഞ്ഞു മാറിക്കൊള്ളണം. ചെയ്യോ? എടി നീ ഇത് ചുമ്മാ ഇരുന്നേ. അവിടെ ചെന്ന് എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ തന്നെ സമയം കിട്ടില്ല. എൻ്റെ അണികളും പാർട്ടിക്കാരൊക്കെ വരുമ്പോൾ ഞങ്ങൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യാനുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെച്ച് ഞങ്ങൾ പല കാര്യങ്ങളും തീരുമാനം വരെ എടുക്കുന്നത്. ഓ, പിന്നെ നിന്റെ ആങ്ങൾ അവിടെ വെച്ച് എന്നെ മൈക്കിട്ട് കയറാൻ വന്നാൽ എൻ്റെ സുവിധം മാറും. അതാ പറഞ്ഞത് ക്ലീറ്റോ. അവരുടെയൊക്കെ മുമ്പിൽ നാണക്കേടാവൂട്ടോ. അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ. ഓ, നീ നിന്റെ ആൾക്കാരെ മഹത്വം നീ എന്നോട് പറയണ്ട. അതാ. ആ, എനിക്കറിയാം അവരൊക്കെ എങ്ങനത്തെ ആൾക്കാരാണെന്നുള്ളത്. ചിരിച്ചാ മക്കളെ. അതെ, ഒരു 2000 രൂപ എവിടെന്നെങ്കിലും കിട്ടുമോ? 2000 രൂപ? ക്ലീറ്റോ കനകൻ സ്വർണത്തിന്റെ വാളയൊക്കെ മേടിച്ചിട്ടുണ്ട് പ്രസന്റേഷൻ കൊടുക്കാൻ. 10 പൈസ കയ്യിലില്ലാതെ നമ്മൾ എങ്ങനെയാ ക്ലീറ്റോ പോണം? എന്തെങ്കിലും കൊടുക്കണ്ടേ കല്യാണ വീട്ടില്? എടി അത് ഇപ്പോൾ നിനക്കറിയാമോ, നമ്മൾ ഇവിടുന്ന് ഒരു കാറിലാണ് പോണത്. അവിടെ ചെന്നിട്ട് കനകനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു, നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു. അത് തന്നെ കുടുംബത്തിൻ്റെ പേരുദോഷത്തിന് കാരണമാവും. അവർ വിചാരിക്കും അവിടെ എന്താണ് 2 രീതിയിലാണ്, 2 കുടുംബമാണോ? നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ. കനകൻ നിൻ്റെ ആങ്ങള, നീ അവൻ്റെ പെങ്ങള, ഞാൻ അളിയൻ. അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യണം? അവൻ കൊടുക്കണതിൽ കൂടെ പങ്കുചേർന്ന് നമ്മൾ ആ സന്തോഷത്തിൽ പങ്കുചേരണം. ഇത് കൊള്ളാം. ഇത് എപ്പ തുടങ്ങിയതാണ്? എന്തെന്ന് ഒരുങ്ങാത്തത്? സമയാണ് ഈ പോണ. എന്റെ തലമുടി ശരിയാവുള്ള. തലമുടിക്ക് എന്താ കുഴപ്പം? ഇത് കണ്ടില്ലേ ആകെ ഇങ്ങനെ? ഞാൻ ഇന്ന് ഷാമ്പൂ തേച്ചു. ആരും പറഞ്ഞില്ലല്ലോ. അതല്ലേ ഏട്ടാ, ആകെ ഇങ്ങനെ ഗുങ്ങിരിക്കണ്ടോ? കുഴപ്പമൊന്നുമില്ല, അത് മതിയെന്ന്. ഒതുങ്ങിയോ? ഒതുങ്ങി എന്താ ഇതിന് പ്രശ്നം? വൃത്തിയായിട്ടുണ്ടോ? ഒരു പ്രശ്നമില്ല, അത് മതി, അത് മതി. മതിയോ? ആ, പിന്നെ ഈ ഷർട്ടാണ് ഇടണേ. എന്താ ഇതിന് പ്രശ്നം? ഏട്ടനോട് ഞാൻ പറഞ്ഞല്ലേ ഈ കളർ ഷർട്ട് വാങ്ങണോന്ന്. ഈ കളർ തന്നെയാണല്ലോ. ഈ കളർ ഉണ്ടോ? ഏട്ടാ, ഇത് ലൈറ്റ് കളറാണ്, ഇത് കടും കളറാണ്. നമുക്ക് മാച്ച് ആയിട്ട് പോവാന്ന് ഞാൻ പറഞ്ഞല്ലേ. നമ്മളല്ലേ മാച്ച് അല്ലേ? അയ്യടാ. പിന്നെ മാത്രല്ല, നിങ്ങൾ ഈ ഓരോ കല്യാണത്തിനും ഓരോരോ സാരി എടുക്കുന്നത് പോലെ ഞാൻ ഷർട്ട് മാറ്റാതെ നിന്ന് കഴിഞ്ഞാലേ തറവാട് കുടുംബവും. ഏട്ടാ, ആ വലിയ ജിമിക്ക് ഇടണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഈ ജിമിക്ക് ഇപ്പൊ എന്താ കുഴപ്പം? അതല്ലേ, ഇതിനൊരു ഇച്ചിരി വലിപ്പ കുറവുണ്ടോ? ഈ വലിപ്പം തന്നെ അധികമാണ്. ഇത് പൂഴിക്കൊട്ടണം മാതിരി ഇത്രയും വേണ്ട. അത് ശരിക്കും പോടുന്നു. ഞാൻ റെഡി ആയിക്കോളാം. അമ്മയുടെ അമ്മ എവിടെയാണെന്ന് എനിക്ക് ഒരു പിടിയില്ല. ഞാൻ അതിലൊക്കെ വിളിച്ച് അന്വേഷിച്ച് നടന്നു. ഈ തങ്കത്തിന്റെ അടുത്ത് പോയോന്ന്. അതെ, ഈ സാരി കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. ഇത് ഒതുങ്ങി ഇരിപ്പുണ്ടോ? ഓ, മതിയെന്ന്. തടി തോന്നുന്നു ഏട്ടാ. തടി തോന്നുന്നു വെച്ചാൽ പിന്നെ തടിയുള്ള ആള് പിന്നെ തടി തോന്നായിരിക്കും. അല്ല, അങ്ങനെയല്ല, ഉടുക്കുമ്പോ ഇച്ചിരി ഒതുക്കം കിട്ടുമല്ലോ, അതുകൊണ്ടാ. ഞാൻ റെഡിയാന്നേ, പോയി അമ്മയെ വിളിക്കേ. പിന്നെ ആ മുല്ലപ്പൂവും കൂടി ഇങ്ങോട്ട് എടുത്തോണ്ടോ? എന്താ മുല്ലപ്പൂ അല്ലേ? അത് മുല്ലപ്പൂ കിട്ടിയില്ല. മുല്ലപ്പൂ കിട്ടിയില്ല. എന്നിട്ട് എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അത് പറയാൻ ഞാൻ വിട്ടുപോയതാ, മറന്നുപോയി. കള്ളനാ കള്ളൻ. മറന്നുപോയല്ലേ? ആ, ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് നോക്കിയല്ലോ. ഇപ്പൊ മാറ്റി പറയണോ? ഇപ്പഴല്ലേ പറഞ്ഞ മറന്നുപോയിന്ന്? അല്ല, ഞാൻ മറന്നു എന്നുള്ളത് ഇവിടെ പറയാൻ മറന്നാണ്. മുല്ലപ്പൂ അന്വേഷിച്ചു ഞാനും ഫാസിലും എത്ര സ്ഥലത്ത് പോയി, ഒറ്റ സ്ഥലത്ത് മുല്ലപ്പൂ ഇല്ല. എന്തിനായിട്ട് കള്ളത്തരം പറയണത്? കള്ളത്തരല്ലാന്ന്. ശരി, സമ്മതിച്ചു. ഇപ്പൊ പോയി മേടിച്ചോണ്ടോ? ഇപ്പൊ മുല്ലപ്പൂവേ എവിടെ ഇല്ലാത്ത മുല്ലപ്പൂ ഇവിടുന്ന് വാങ്ങിക്കാനാണ്. എന്തത്? എവിടെ ഇല്ല. കേരളത്തിലെ മുല്ലപ്പൂ കൃഷിയേ ചെയ്യില്ല. എന്തിനായിട്ട് ഇങ്ങനെ ജയിക്കാൻ വേണ്ടി കള്ളത്തരം പറയണേ? സത്യമായിട്ടും കേരളത്തിൽ മുല്ലപ്പൂ കൃഷി ചെയ്യില്ല. തമിഴ്നാട്ടിൽ നിന്ന് വരികയാണല്ല. അതെ, തമിഴ്നാട്ടിലെ സമരാന്തം പറഞ്ഞു എല്ലാ കടക്കാരും. ആ അമ്പലത്തിന്റെ അടുത്തുള്ള കടയിലുണ്ടാവും, പോയി മേടിച്ചോണ്ടോ. അപ്പൊ എന്താടി, കേരളത്തിലല്ലേ അമ്പലം? ഏട്ട, കഷ്ടമുണ്ട്. എല്ലാരും മുല്ലപ്പൂ ഒക്കെ വെച്ച് വരുമ്പോ ഞാൻ മാത്രം. എടി, എല്ലാവരും മുല്ലപ്പൂ വെച്ച് വരാനാണ് വന്നോട്ട്. നിനക്ക് മുല്ലപ്പൂ എല്ലാവരും ചന്തം തന്നെ. അഭിനന്ദാ. പിന്നെ കല്യാണത്തിന് എല്ലാരും എന്തിനാ മുല്ലപ്പൂ വെക്കണേ? എനിക്ക് വേറൊരു കാര്യം പറയട്ടെ. എല്ലാവരും മുല്ലപ്പൂ വെച്ച് വരുമ്പോ നീ മുല്ലപ്പൂ വെക്കാതെ വന്നു കഴിഞ്ഞാൽ ആളുകൾ ശ്രദ്ധിക്കുന്നില്ലേയിരിക്കും. കണ്ടോ, അവള് മുല്ലപ്പൂ തന്നെ വെച്ചിട്ടില്ല എന്ന് പറയും. ഏട്ടനെ എന്നെ സോപ്പിടാൻ ഭയങ്കര മിടുക്കനാ. പക്ഷേ അത് ഇത്രയും വർഷം കൊണ്ട് ഞാൻ പഠിച്ചു പോയി മുല്ലപ്പൂ മേടിച്ചോണ്ടോ. ഞാൻ പറഞ്ഞ സത്യല്ലേ? അല്ല, മുല്ലപ്പൂ കിട്ടാനില്ല. സത്യമായിട്ടും. അപ്പൊ അവിടെ തന്നെ ആരും ഇന്ന് മുല്ലപ്പൂ വയ്ക്കൂലേ? അതെനിക്കറിഞ്ഞൂടാ. അതെനിക്കറിയില്ല. എന്നാലും മോശമാണ് ഏട്ടാ. നീ ഇങ്ങനെ മതിയടി. എന്നാ ഇങ്ങനെ മതി. അല്ല, അന്ന ഒരു കാര്യം ചെയ്യാം, ആ ചുമന്ന കളർ സാരി എടുത്ത് കൊടുക്കാം.
ഇനി ചുമന്ന കളർ സാരിയൊക്കെ ഉടുത്തു വരുമ്പോഴേക്ക് നേരെ എത്രയാവും? അതല്ല, മുല്ലപ്പൂ ഇല്ലാത്ത കുറവ് സാരിയിൽ അങ്ങ് നികത്താം. അതാവുമ്പോ പട്ടുസാരി ആണല്ലോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തോ, ആ സാരി കൂടെ എടുത്ത് തോളിലിട്ടോ. ഏ അല്ല, അങ്ങോട്ട് പോകുമ്പോൾ അതെടുത്ത് പോവാം, തിരിച്ചു വരുമ്പോൾ ആ സാരി വിറ്റാം. നിനക്ക് 2 സാരി ഉണ്ടെന്ന് ആളുകൾ അറിയണം, അത്രയല്ലേ ഉള്ളൂ. ഒന്ന് പോയേട്ടാ അവിടുന്ന്. ഇതിപ്പോ മുല്ലപ്പൂ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഇല്ലായിരുന്നു. എന്താ 1 കിലോ മുല്ലപ്പൂവിന് 1 കിലോക്ക് 1000 റുപ്യാണത്. ആഹാ, അങ്ങനെ വരട്ടെ. എന്തേ പൈസ മുടക്കം മടിയായിട്ടല്ലേ എനിക്ക് മുല്ലപ്പൂ വാങ്ങാതെ? അയ്യേ അല്ല, മുല്ലപ്പൂവ് കിട്ടാൻ വേണ്ടേ, അതല്ലേ. പിന്നെ കിട്ടാൻ വേണ്ടേ? കഷ്ടമുണ്ട് ഏട്ടാ. അതാരത്? ആരോ പുറത്തു വന്നല്ലോ. കനക, ആ ആ ഇതെന്ത് ഇത് യൂണിഫോം ഒന്നിട്ടില്ലേ? പോണ്ടേ? ഞാൻ ഇന്നില്ല. അത് ശരി, എവിടെ പോണത്? ഇത് കല്യാണല്ലേ? അത് പറഞ്ഞില്ലല്ലോ. എന്നിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞു, നിനക്ക് ഓർമ്മയില്ലാണ്ടാണ്. അത് ശരി. എന്നാ ഒരു പണിയെ ലീവ് ഒരെണ്ണം വിളിച്ചു പറഞ്ഞേര്. ഏട് ഞാൻ വിളിക്കാം, നീ കൂടെ ഒന്ന് പറഞ്ഞോ. ശരി എന്നാ. അതെ, എന്റെ മുല്ലപ്പൂ എന്താ കിട്ടാഞ്ഞേ? ഏത് മുല്ലപ്പൂ? ഏത് മുല്ലപ്പൂന്നോ? എടാ, മുല്ലപ്പൂ അന്വേഷിച്ച് പോയില്ലേ നമ്മള്? എപ്പാ എടാ, മുല്ലപ്പൂ അന്വേഷിച്ച് നമ്മള് രാവിലെ കറങ്ങിയില്ലേ അതിലൊക്കെ? ഞങ്ങള് രാവിലെ മുല്ലപ്പൂ അന്വേഷിച്ച് കറങ്ങി. എന്നിട്ട് എന്താ കിട്ടാതെ? എന്താ കിട്ടാൻ? കിട്ടിയില്ല, അത് കടയിലില്ലല്ലോ. ഇല്ലല്ല, കടയില്ല, മുല്ലപ്പൂ ഇല്ല. എന്താ കടയിലില്ലാതെ? ഇന്നലെ ലോഡ് വന്നില്ല. ഇന്നലെ ലോഡ് വന്നില്ല. എന്താണ് ഇവിടെ മാത്രം ലോഡ് വരാത്തെ? അത് തമിഴ്നാട്ടിൽ മഴ പെയ്തിട്ട് ഇത് ചീഞ്ഞു പോണെന്ന് എന്തോ പറഞ്ഞത്. ആരും ഇപ്പൊ വെക്കാറില്ലല്ലോ. ഇപ്പൊ അവിടെ സമരാണ്. സമരം. ഏതെങ്കിലും ഒന്ന് പറ. സമരം. ഈ അമ്പലത്തിന്റെ അവിടുത്തെ കടയിലില്ലേ? അമ്പലത്തിന്റെ അവിടെ കടയില്ലേ? എന്താണ് അമ്പലത്തിന്റെ അവിടെ? അമ്പലം എവിടെയൊക്കെ പോയി അന്വേഷിച്ചല്ലോ, ഒരു സ്ഥലത്തും ഇല്ല. ഈ പരിസരത്തെങ്ങും ഇല്ല. ഇപ്പൊ ഒന്ന് പോയി നോക്കണ്ടാവും. എന്റെ ജമന്തി, നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞ പിന്നെ വിശ്വാസമില്ലാത്തത്? അപ്പൊ പോണ വഴി എവിടെയെങ്കിലും കണ്ടാ മേടിക്കണം. പോണ വഴി കണ്ടെങ്കിൽ വാങ്ങാം. കണ്ടാ മേടിക്കാവുന്നില്ല, ഞാൻ മേടിച്ചോണ്ടാ. ഞാനാണെങ്കിൽ ഒരു യുദ്ധം കഴിഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. എന്ത് പറ്റി? പത്രം വായിച്ചില്ലേ നീ? ഇല്ല. പത്രത്തിലേ ഒരു അമ്മായിയമ്മനെ കൊല്ലാൻ മരുമോള് ഗ്യാസ് തുറന്നിട്ടെന്ന്. എന്നിട്ട് വീട്ടില് രാവിലെ ഒരു ഗ്യാസിന്റെ മണമുണ്ട്. ഉമ്മാനെ കൊല്ലാൻ വേണ്ടി അവള് തുറന്നിട്ടെന്ന് പറഞ്ഞ് തുടങ്ങി യുദ്ധം. എന്നിട്ടെന്തായി? എന്നിട്ടെന്ത്, സാധാരണ പോലെ തന്നെ അവള് പെട്ടിയും പ്രമാണം എടുത്ത് വീട്ടിലൊക്കെ പോയി. ഇനി ഒരു കോംപ്രമൈസ് ഒക്കെ നടത്തി വിളിച്ചോണ്ട് തന്നെ. ശരിയെന്നാ. അമ്മയെ വിളിക്കുന്നത് പോയി വിളിക്ക്. നീ എന്തിനാ ഫാസിലിനോട് മുല്ലപ്പൂ? ഏട്ടനല്ലേ പറഞ്ഞ ഫാസിലിനെ കൊണ്ടാ മുല്ലപ്പൂ മേടിക്കാൻ പോയെന്ന്? അപ്പൊ നിനക്കെന്താ ഞാൻ പറഞ്ഞത് തീരെ വിശ്വാസമില്ല? ഒട്ടും വിശ്വാസമില്ല. ഇപ്പോഴും എനിക്ക് അത്ര വിശ്വാസം ആയിട്ടില്ല. എന്നാ നീ ഒരു കാര്യം ചെയ്യും, വിശ്വസിക്കണ്ട. വേണ്ട. സുന്ദരിയായിട്ടുണ്ടല്ലോ. നന്നായിട്ടുണ്ടടാ. ഏതാണ് ഉടുപ്പ്? പുതിയ ഉടുപ്പ്. അതെ, ഇതേപോലത്തെ ഒരു ഷാളും കൂടെ വേണം. കിട്ടിയില്ല, അവിടെ ഇല്ലായിരുന്നു, കിട്ടിയില്ല. ആണോ? തക്കളി, ഇത് എവിടുന്നാ മുല്ലപ്പൂ? മുല്ലപ്പൂ ഡാഡി ഉണ്ടെന്ന്. ഡാഡിക്ക് എവിടുന്ന്? തമിഴ്നാട്ടിൽ പോയി മേടിച്ചു. അല്ല, ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഇവിടെ ഞാൻ നിങ്ങളോട് അപ്പഴേ പറഞ്ഞല്ലേ അമ്പലത്തിന്റെ അവിടെ ഉണ്ടാവുന്നു. അമ്പലത്തിന്റെ അവിടെ ഈ പരിസരത്തെ മുല്ലപ്പൂവില്ല, പിന്നെയാണ്. ഇല്ല, ഇഷ്ടം പോലെ വാങ്ങിച്ചിട്ടുണ്ടെന്ന്, കൊറേ ഉണ്ട് വില്ല്. കണ്ട, നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞല്ലേ? അല്ല ജമന്തി, അവൻ എവിടെന്നെങ്കിലും കട്ടോണ്ട് വന്നായിരിക്കുന്നു. എന്റെ ഡാഡിയെ കുറിച്ച് വെറുതെ ആവശ്യമില്ലാത്ത പറയല്ലേ മാമ, പ്ലീസ്. അല്ലാതെ അവൻ എവിടുന്ന് മുല്ലപ്പൂവ്? മുമ്പിന് എവിടുന്ന് ഉണ്ടാക്കിയെടുത്തു കൃത്യമായിട്ട്. നിങ്ങൾ എന്നെ പറ്റിക്കണതാ എനിക്കറിയാം. ഞാൻ വന്നില്ല, നിങ്ങൾ പൊക്കോ, എവിടെയെന്ന് വെച്ചാൽ പൊക്കോ. കളിക്കാൻ ഇല്ല, ഞാൻ വന്നില്ല. എന്തിനാ ദൂരണേ? ഞാൻ വരണില്ല, അത് തന്നെ. ജമന്തി, മുല്ലപ്പൂ നമുക്ക് മേടിക്കാം. ഇനി പോണ വഴിക്ക് എവിടുന്നേലും വാങ്ങിക്കാന്ന്. നിങ്ങൾ എന്നെ പറ്റിച്ചു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ ഞാൻ വരണില്ല. എന്ത് ഞാൻ പറ്റിച്ചാ നീ പറയണേ? ഇല്ല, ഞാൻ വന്നില്ല. നിനക്കെന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂലേ? അമ്മ ഇത് അവള് വരുന്നില്ല കല്യാണത്തിന്. എന്താ അമ്മേ, ഞാൻ കുറച്ച് മുല്ലപ്പൂ മേടിക്കാനല്ലേ പറഞ്ഞുള്ളൂ. അപ്പൊ ഇങ്ങേര് പറയണ ലോകത്തെങ്ങും മുല്ലപ്പൂ ഇല്ലെന്ന്. അതെ, മുല്ലപ്പൂവ് കിട്ടാത്തോണ്ടാണ് വാങ്ങിക്കാത്തതെന്ന് പറഞ്ഞ എന്താ നിനക്ക് മനസ്സിലാവാത്തത്? ഏട്ടാ, പിന്നെ നിങ്ങൾ കള്ളത്തരം പറയരുത്. ക്ലീറ്റോ ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലേ സ്വന്തം ഭാര്യയോട് ഇഷ്ടമുണ്ട്. അതുകൊണ്ടല്ലേ അമ്മേ കിലോയ്ക്ക് 1000 രൂപയായിട്ട് മുല്ലപ്പൂ മേടിച്ചു കൊടുത്തത്. എന്നാ പിന്നെ അതിന് പോയിട്ട് ഒരു ഇത്തിരി വാങ്ങിച്ചോടി, ഈ പ്രശ്നം തീരില്ലേ? അയ്യോ, ഇനി ഞാൻ അവിടെ പോയി ഇറക്കണം. എന്റെ ഭർത്താവ് കഴിവ് കെട്ടവനായതുകൊണ്ട് ഞാൻ കല്യാണത്തിന് വന്നില്ല, അത്രേ ഉള്ളൂ. അഹങ്കാരം പാടില്ല, നീ ഒരു പെണ്ണാണെന്ന് ആലോചിക്കണം കേട്ടോ. അഹങ്കാരം. ജമന്തി, അമ്മേ, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കല്യാണത്തിന് വരൂല, നിങ്ങൾ പോയിക്കോ. ഇത് ഒരു മുല്ലപ്പൂവിന്റെ കേസല്ലേ? അത് വാങ്ങിക്കാന്ന് പറഞ്ഞാണ് നിന്നോട്. നീ ഒരു കാര്യം ചെയ്യ്, ഓരോരുത്തരി പൂഞ്ഞ് വാങ്ങിച്ചോണ്ട്. എനിക്ക് സൗകര്യമില്ല, ഞാൻ വാങ്ങിക്കണം. എന്താ ഒരു കാര്യം ചെയ്യ്, ക്ലീറ്റസിന്റെ അടുത്ത് എന്നിത്തിരി പൂഞ്ഞ് വാങ്ങിച്ചോണ്ട് വേണം. പിന്നെ ഇനി ഇവൾക്ക് മുല്ലപ്പൂവിന് ഞാൻ ക്ലീറ്റസിന്റെ അടുത്ത് പോണ്ടേ? നിങ്ങൾ ആരും അങ്ങ് പോണ്ട, ഞാൻ തന്നെ പോയി വാങ്ങിച്ചോണ്ട് വരാം. എനിക്കൊരു സമാധാനം വേണ്ടേ? പോയി. ജമന്തി,
തങ്കം ഓ ഇങ്ങോട്ട് വന്നേ. പറയാമേ, ഞാൻ റെഡിയായി. എടി, ഒരു ഇത്തിരി പൂ താടി ജമന്തിക്ക് കൊടുക്കുക. അവൾക്ക് പൂ കിട്ടിയില്ലെന്ന് പറഞ്ഞു അവിടെ കിടന്ന് തുള്ളുന്നു. എന്നാണ് ഇത് ഇങ്ങനെ. അവള് തുള്ളിക്കോട്ടെ കേട്ടാ, അവൾക്ക് കൊടുക്കാൻ ഇവിടെ പൂവില്ല. എടി നിന്റെ കൂടെ വരുന്ന ഒരു ഇച്ചിരി പൂ അവൾ കൂടെ കൊടുക്ക്. കനകനെയാണെങ്കിൽ ഇനി അവൾ പറയാനൊന്നുമില്ല പൂ കിട്ടി വാങ്ങിച്ചോണ്ട് കൊടുത്തില്ലെന്ന് പറഞ്ഞു. ഇത് എന്തൊരു കഷ്ടം അത്. ഇവിടെ എവിടെ പോയിരുന്നിട്ടാ? അല്ല തക്കളി മോള് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് പൂ ഇരിക്കുന്നെന്ന്. തക്കിളി മോള് പറഞ്ഞ പോവാ ഇത്. ഇത് ഞാൻ തല വെക്കണ്ടേ? അല്ല വേറെ അകത്തിരിപ്പോട്ടെന്ന് അവള് പറഞ്ഞു എൻ്റെ അടുത്ത്. വേറെ അകത്തൊന്നുമില്ല, ഇതേ ഉള്ളൂ. അമ്മയ്ക്ക് എന്താ അമ്മ ഇപ്പോ? മരുമോക്ക് പൂ ചോദിച്ചോണ്ട് വന്നേക്കുക. അങ്ങനെയാണോ പറയേണ്ടത്? നിന്റെ കൂടെ അല്ലേ അവള് വരുന്നത്? അപ്പൊ എല്ലാം കൂടെ ഒരുപോലെ പോണ്ടേ ഉള്ള പൂവും കൊണ്ട്? അവക്ക് എന്താ പൂ വെക്കാതെ ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റില്ലേ? നിനക്ക് പറ്റത്തില്ലേ? അമ്മയുടെ മോള് ഞാനാണോ അവളാണോ? ദണ്ട് ഈ കല്യാണത്തിന് പോകുമ്പോ ഒരിത്തിരി പൂ വേണമെന്ന് പറഞ്ഞാൽ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചോദിക്കണ്ട. സൗകര്യപ്പെട്ടൊന്ന് കൊടുക്കില്ലെങ്കിൽ വേണ്ട. നിർത്ത് എന്തമ്മാ പിന്നെ അവിടെ പിന്നെ ജമന്തിക്ക് പൂ കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവള് കിടന്ന് അവിടെ ബഹളം ഉണ്ടാക്കുന്നു. ഓ വെള്ള കൊച്ചല്ലേ ബഹളം ഉണ്ടാക്കാൻ. അത്രേ ഉള്ള പ്രശ്നം. അത് കെട്ടിയവനെ കൊണ്ട് വാങ്ങിച്ചോണ്ട് കൊടുത്താ പോരാ. അവൻ എന്താ പണി? അയ്യോ ഈ കല്യാണ സീസൺ ആയതുകൊണ്ട് അവൻ തിരക്കിയിട്ട് പൂ കിട്ടിയില്ല. അല്ലെങ്കിൽ തന്നെ 1 കിലോയ്ക്ക് 1000 രൂപയാണെന്ന് പൂവിന്. എത്ര? 1000. അതുകൊണ്ടല്ലേ 1000 രൂപയുടെ പൂവോ? ആ അത് പിന്നെ ഭാര്യമാരോട് സ്നേഹമുള്ള ഭർത്താക്കന്മാർ 1000 അല്ല 2000 ആയാലും മേടിച്ചോണ്ട് കൊടുക്കും. അതാണ്. ആ പിന്നെ അവനെന്താണ് അതൊക്കെ മേടിക്കാൻ ഇത്രയ്ക്ക് ഉത്തരവാദിത്വം? ഞാൻ കല്യാണത്തിന് വന്നില്ല. അയ്യോ എന്റെ പൊന്നെ വേണ്ട വേണ്ട. അയ്യോ അത് കാരണം അപ്പൊ ഇനി കല്യാണത്തിന് പോക്ക് മുടങ്ങണ്ട. നിങ്ങൾ സൗകര്യപ്പെട്ട ഇത്തിരി പൂത അല്ലെങ്കിൽ ഞാനൊക്കെ പോയാൽ പറഞ്ഞാൽ മതിയല്ലോ. എന്റെ പൊന്നെ നാളെ ഈ തള്ളക്ക് ചോദിച്ചു വരാൻ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഇരക്കാൻ പറഞ്ഞു വിടുന്ന തള്ളേ? അങ്ങോട്ട് മേടിച്ചോണ്ട് കൊടുക്കണം ആണുങ്ങളെ പോലെ. നീ സ്പ്രേ അടിച്ചോ? ഇറങ്ങൂലായിരിക്കും. സ്പ്രേ അടിച്ചോ? ക്ലീറ്റ് അവിടെ നിന്ന് നിന്നേ. ഇവിടെ വന്നേ. പൂ എവിടെ നിന്ന് കിട്ടി? പൂ എവിടെ നിന്ന് കിട്ടി? പൂക്കടേന്ന്. ക്ലീറ്റോ നല്ല മണമല്ലേ ഇത്? ക്ലീറ്റോ പൈസ കൊടുത്ത് മേടിച്ചോ? പിന്നെ പൈസ കൊടുക്കാതെ പിന്നെ എൻ്റെ അമ്മായിയപ്പനല്ലേ അവിടെ കടയിരിക്കുന്നത്. ക്ലീറ്റോ എന്താ എൻ്റെ മുഖത്ത് നോക്കാത്തെ? ക്ലീറ്റോ പറയുമ്പോ വിശ്വസിക്കാവുന്ന നുണയെ പറയാൻ പാടുള്ളൂ. 10 രൂപയ്ക്ക് റീചാർജ് ചെയ്യാൻ കാശില്ലാത്ത നിങ്ങൾ എങ്ങനെയാ 1000 രൂപയുടെ പൂ മേടിച്ചത്? തങ്കം ഇതിപ്പോ ഞാൻ മേടിച്ചാണെന്ന് അറിഞ്ഞാ പോരെ. നിനക്കിത് വെച്ചാ പോരെ. ഇനി നിനക്ക് എനിക്ക് അങ്ങനെ വെച്ചാ പോരാ. എനിക്ക് എന്റെ ഭർത്താവ് കൊണ്ടുവരുന്നത് എവിടെന്നാന്ന് അറിയണം. നിങ്ങൾക്ക് പറയാൻ മനസ്സിലെങ്കിൽ ഞാൻ വരുന്നില്ല. മാറങ്ങോട്ട് ഒന്ന് മിണ്ടാ നിക്ക്, ഞാൻ പറയാം. അങ്ങനെ അങ്ങോട്ട് പറയാന്നാ. അതെ ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാപക നേതാവുണ്ടല്ലോ, അയാളുടെ 10ാം ചരമ വാർഷികമാണ്. അപ്പോൾ അതിന് വേണ്ടി ഫോട്ടോയിലിടാൻ കുറച്ച് പൂ മേടിച്ചു. ഞാൻ അതിൽ നിന്ന് കുറച്ച് പൂവിഞ്ഞെടുത്ത് നേതാവിന് ഇച്ചിരി പൂവിൻ്റെ ഇളവൊന്ന് കുറച്ചു. ചത്തയാളിനി പറയാൻ പോകണം അതിൽ എത്ര പൂ ഇടുന്നു. ബാക്കി ഇനി കൊണ്ടുവന്നു അത്രേ ഉള്ളൂ. ഓ പിന്നെ ഇത് പറഞ്ഞാ പോരാ, ആദ്യം നോണേ പറയുള്ളൂ. ഇത് ഞാൻ വാങ്ങിച്ചത് ഒരു ഗമയായിക്കോട്ടെ എന്ന് വെച്ചു. സ്പ്രേ അടിച്ചോ? വേഗം വാ. ഞാൻ ഇച്ചിരി പൗഡർ ഇട്ടോട്ടെ. എല്ലാരും ഒരുങ്ങിയാവോ? വണ്ടി വന്നില്ലയോ? ഓ ഇനി ആ കാറിൽ കയറി അങ്ങ് പൊങ്ങച്ചം കാണിക്കാഞ്ഞിട്ടാ. നിങ്ങക്ക് പോയി പ്ലെയിൻ വരും. നീ വരുന്നല്ലോ വരണടി. പെണ്ണല്ലേ ഇത്ര അങ്ങനെ പാടൂ. ഞാൻ വന്നില്ല. എന്തെന്നാണ് അവിടെ പോവാനിറങ്ങാൻ സമയത്ത് ഫോണില്ല വർത്താനം പറഞ്ഞു? പോണില്ല. എന്താ പോണ്ട സമയം? എവിടെ പോയിട്ടാ നീ മുല്ലപ്പൂ വാങ്ങിച്ചത്? മുല്ലപ്പൂ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവള് കല്യാണത്തിന് വരില്ല. ഇത് നാഗമാണിക്കൊന്നുമല്ലല്ലോ കിട്ടാതിരിക്കാൻ. അന്വേഷിച്ചാൽ കിട്ടും. അമ്മ അവളെ ഇങ്ങോട്ട് വിളിക്ക് പോവണ്ടേ? ഇവിടെ മുല്ലപ്പൂ ഇല്ലാത്തോണ്ട് കല്യാണത്തിന് വരുന്നില്ല എന്ന് പറഞ്ഞ് കയറി കഥ അടച്ചിരിപ്പുണ്ട് അവിടെ. കനക ഇത് നിന്റെ കയ്യിലിരിപ്പിന്റെ ആയിട്ട് അവളുടെ ഈ അഹങ്കാരം തീർക്കാൻ നിനക്ക് കഴിവില്ലാഞ്ഞിട്ടല്ലോ ആണോ? എടി ഞാൻ എന്ത് ചെയ്യാനാണെന്ന്? നല്ല നാല് പെട കൊടുക്കണോട് അങ്ങോട്ട്. ആ ഇനി അതിന്റെ ഒരു കുറവും കൂടിയേ ഉള്ളൂ. അളിയാ പെണ്ണുങ്ങളെ നിലയ്ക്ക് നിർത്താൻ പറ്റാത്തവൻ പുരുഷനല്ലേ. നീ കാര്യം അറിയാതെ സംസാരിക്കില്ലട്ടാ. ഓ ഇപ്പൊ നമ്മളായി കുറ്റക്കാര്. നിങ്ങൾ പറഞ്ഞേ പറഞ്ഞോ നമുക്ക് പോകാം. അതെങ്ങനെ ശരിയാവും? ഇത് ചുമ്മാ നമ്മൾ വരട്ടാൻ വേണ്ടി കാണിക്കുന്നില്ലയോ? നിങ്ങൾ നോക്കിക്കോ, അവൾ ഇപ്പൊ നല്ല ഒരുങ്ങി സുന്ദരിയായിട്ട് വരും. വരും വരും. ഇല്ല അങ്ങനെ ഒരു സുന്ദരി വരുന്നു മുതല്. കണ്ട നീ എന്തിനൊരുക്കി പുറപ്പെട്ടാണി? എന്തിനാ പുറപ്പെട്ടാണ്? അടിച്ച് തന്നെ ചെവിക്കെല്ലാം പൊട്ടിക്കോണ്ട് കേട്ടോ. അടിക്കളി അങ്ങോട്ട്. നീ എന്താ മാനം കെടുത്താൻ വേണ്ടിട്ടാണോ? അവള് ധിക്കാരം കണ്ടില്ലയോ? നീ ഒരാണാണോട്? എന്റെ പൊന്നെ ആദ്യകാലം ഈ കല്യാണം ഒന്ന് മാറ്റി വെച്ച് തന്നാ മതിയായിരുന്നു. ഇതിന് മുല്ലപ്പൂ കിട്ടിയില്ലെങ്കിൽ നിന്റെ ആകാശം ഇടിഞ്ഞ് താഴെ കൊണ്ട് വീഴോ? നിങ്ങളൊക്കെ മുല്ലപ്പൂ വെച്ചല്ലോ. നിനക്ക് മുല്ലപ്പൂ വായിക്കാന്ന് പറഞ്ഞില്ലേ? പൊട്ടിക്കളി അവളം കുടുംബം കളിക്കപ്പോ നിനക്ക് സമാധാനമായല്ല അവന്റെ ഒരു മുഞ്ഞാപ്പൂ. ആ അമ്മാവൻ അമ്മാവ ഓ റെഡിയായി നിൽക്കുക. ഓ എപ്പാ പോയോ? ഇല്ല ഇറങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ അങ്ങനെ നിൽക്കുക. ഓ ശരി ശരി ശരി
സന്തോഷമായി. കല്യാണം മുടങ്ങി. അയ്യോ അതന്നെ നല്ലത്. സമാധാനായാലിപ്പം അതന്നെ നല്ലത്. 200 പവന് കൊടുക്കാന്ന് പറഞ്ഞ പെണ്ണുണ്ടല്ലോ, ഏതോ ഒരു ഓട്ടോറിക്ഷക്കാരന്റെ കൂടെ വിളിച്ചോടി പോയി. ദൈവമേ, ഒളിച്ചോടിപ്പോയാ? ആ, അയ്യോ, എന്റെ വിധി തന്നെയായിരിക്കും അവക്കും. അതെങ്ങനെയാടി നിന്റെ വിധിയാവണത്? അവള് പോയതേ അന്തസ്സായിട്ട് 200 പവനും കൊണ്ടാ പോയേക്കണത്. പോണെങ്കിൽ അങ്ങനെ തന്നെ പോണം. Alien versus Alien.